നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. വളരെ എന്താ പറയുക, അത്ഭുതങ്ങൾ നടന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം ലോകപ്രശസ്തമായത്. കേരളത്തിൽ നിന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമായി വളർന്നതിന് പിന്നിൽ അവിടെ വരുന്ന ഭക്തർക്ക് ലഭിക്കുന്ന അനുഗ്രഹം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും വളർന്നത്. അവിടെ നടന്നൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിനംപ്രതി ഗുരുവായൂരിലേക്ക് ഒഴുകുന്നത്. ഭഗവാന്റെ ദർശന പുണ്യം ലഭിക്കുവാൻ വേണ്ടി അല്ലേ, എത്ര നേരമാണ് നമ്മളവിടെ ക്യൂ നിൽക്കുന്നത്. അവിടെ നടന്നൊരു അത്ഭുതത്തെക്കുറിച്ചാണ്, ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. ഒരു പ്രാവശ്യം അവിടുത്തെ മേൽശാന്തിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായ 12-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉണ്ണി നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉണ്ണി നമ്പൂതിരി അവിടെ പൂജാകാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഈ മേൽശാന്തി യാത്രയാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഭഗവാന് ആ നിവേദിക്കാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്, നിവേദ്യം വെച്ചിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ അത് കഴിക്കുന്നില്ല. ഇത് കണ്ട് ആശങ്കയിലായ ഉണ്ണി നമ്പൂതിരി ഭഗവാനോട് പറയുകയാണ്, ഗുരുവായൂരപ്പനോട് പറയുകയാണ്, അങ്ങ് ഇതെങ്ങനെയെങ്കിലും കഴിക്കണം, അല്ല എൻ്റെ അച്ഛൻ വരുമ്പോൾ എന്നെ വഴക്ക് പറയും അങ്ങ് ഇത് കഴിച്ചില്ലെങ്കിൽ. അങ്ങനെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഭഗവാൻ ഇത് കഴിക്കുന്നില്ല. ഉണ്ണി നമ്പൂതിരിക്ക് വളരെ വിഷമമായി, നിരാശയായി. ഭഗവാന്റെ പ്രതിഷ്ഠയിൽ വരെ കെട്ടിപ്പിടിച്ച് ഉണ്ണി നമ്പൂതിരി കരയുണ്ടായി. ഭഗവാൻ ഇതെങ്ങനെയെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞോട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിലിരുന്ന നിവേദ്യം മുഴുവൻ അപ്രത്യക്ഷമായി. ആ പാത്രത്തിൻ്റെ അകത്തുണ്ടായിരുന്നത് ഭഗവാൻ ഭക്ഷണമായ, ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കണ്ണിമാങ്ങയും അതുപോലെ തൈരും ചോറുമൊക്കെയാണ്. അതും ഇതിൻ്റെ കൂടെ, നിവേദ്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ഭഗവാൻ കഴിച്ചു. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഉണ്ണി നമ്പൂതിരിക്ക്, വളരെ വളരെ സന്തോഷം. അദ്ദേഹം അങ്ങനെ ഈ നട തുറന്നു പുറത്തു വന്നപ്പോൾ ഈ അവിടെ കരകക്കാരൻ വാര്യർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പാത്രം കണ്ടു, നിവേദ്യം കൊടുത്ത പാത്രം കണ്ടപ്പോൾ അത് കാലിയായിട്ടിരിക്കുന്നു, ഒരു വറ്റ് പോലും ഇല്ലാതെ അത് കാലിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഈ കലാകാരൻ വാര്യർ ചോദിച്ചു, ഇതാരാണ് കഴിച്ചത്, ഇതിൻ്റെ അകത്തിരുന്ന നിവേദ്യം ആരാണ് കഴിച്ചതെന്ന് ചോദിച്ചു. ഉണ്ണി നമ്പൂതിരിയോട് ചോദിച്ചു. ഉണ്ണി നമ്പൂതിരി, ഇത് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ കഴിച്ചത്, ഞാനല്ല എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഈ വാര്യക്കാരൻ ചോദിച്ചു, ഉണ്ണി നമ്പൂതിരിയാണോ ഇത് കഴിച്ചത്, കഴിച്ചതാണോ എന്ന് ചോദിച്ചു. എന്നാൽ വേറെ ആരും ഇവിടെ കഴിക്കാനില്ലല്ലോ, ഉണ്ണി നമ്പൂതിരി തന്നെയാണോ ഇത് കഴിച്ചതെന്ന്. അപ്പോൾ ഉണ്ണി നമ്പൂതിരി പറഞ്ഞു, ഇത് ഞാനല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് കഴിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിശ്വസിക്കാനും സാധിച്ചില്ല. അപ്പോൾ ഈ വാര്യർ പറഞ്ഞു, ഉണ്ണിയുടെ അച്ഛൻ വരുമ്പോൾ, ഉണ്ണി നമ്പൂരിയുടെ അച്ഛൻ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അച്ഛൻ വന്നു, മേൽശാന്തി വന്നപ്പോൾ ഈ ഒരു കാര്യം വാര്യർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വാര്യരുടെ വാക്ക് കേട്ടുകൊണ്ട് മേൽശാന്തി ഉണ്ണിയെ തല്ലുകയുണ്ടായി. അപ്പോൾ തല്ലുന്ന സമയത്ത് ഈ ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങുകയാണ്, ഇത് ഞാൻ തന്നെയാണ് കഴിച്ചത്, ആ നിവേദ്യം മുഴുവൻ കഴിച്ചത് ഞാൻ തന്നെയാണ്, ഉണ്ണിയെ തല്ലരുത്, അത് ഞാൻ തന്നെയാണ് കഴിച്ചതെന്ന് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവരെല്ലാം സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം മഹാ അത്ഭുതം തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പം അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ച മഹാക്ഷേത്രം, അടിവരയിട്ട് തന്നെ പറയാം. അവിടെ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും സാധിച്ചു വരാൻ ശക്തിയുള്ള എന്താ പറയുക, അത്ഭുതം തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അതിൻ്റെ സാക്ഷ്യമാണ് അവിടെ വരുന്ന പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തർ, അത് ദിനം പ്രതി വരുന്ന ഭക്തർ.